ഹാൻ നിലവിലൊരു ഹൗസ് വാമിംഗ് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോളാകട്ടെ ടീമിലെ ആൾക്കാരും ഹൗസ് വാമിങ്ങിന് ആവശ്യമായിട്ടുള്ള വീട്ടിലെ സാധനങ്ങളൊക്കെ മേടിക്കുവാനായിട്ട് സൂപ്പർ മാർക്കറ്റിലും എത്തുന്നു. എല്ലാവരും കൂടി ഒന്നിച്ചിരിക്കുന്ന സമയത്ത് ഡ്രിങ്ക്സ് ഒക്കെ കുടിക്കുവാനായിട്ട് ആവശ്യമുള്ള ഡ്രിങ്ക്സ് മെറി മേടിച്ചോണ്ട് വരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട് എന്ന് ചായയും പറയുകയാണ്. സോ അതൊഴികെയുള്ള സാധനങ്ങളൊക്കെ മേടിക്കുവാനായിട്ടായിരുന്നു ബാക്കിയുള്ളവർ എത്തിയിട്ടുണ്ടായിരുന്നത്. അതേസമയം മെറിയും വൂജുവും ഒന്നിച്ചായിരുന്നു ഷോപ്പിങ്ങിന് എത്തിയതും. ഇവർക്കേറിയ അതേ സൂപ്പർ മാർക്കറ്റിൽ തന്നെയാണ് അവരും ഉള്ളത്. ഹാൻ ഒറ്റയ്ക്ക് താമസിക്കുന്നത് കൊണ്ട് തന്നെ അധികം ഫുഡൊന്നും അവൻ ഉണ്ടാക്കുകയില്ലായിരിക്കുമെന്ന് പറഞ്ഞ് അവന് കഴിക്കുവാനായിട്ട് ഒരുപാട് ഫ്രൂട്ട്സ് ഒക്കെ വൂജുവും എടുത്തു വെക്കുന്നു. അതേസമയം ഇത്രയേറെ ഫ്രൂട്ട്സ് അവൻ ഒറ്റയ്ക്ക് കഴിച്ചു തീർക്കുവാനായിട്ട് സാധിക്കുകയില്ല എന്ന് പറഞ്ഞിട്ട് മെറിയും അധികം മേടിക്കാതിരിക്കുവാനായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. പിന്നീട് സൂപ്പർ മാർക്കറ്റിൽ വെച്ചിട്ട് ബാക്കിയുള്ള ടീം അംഗങ്ങളെ കണ്ട് കഴിയുമ്പോഴത്തേക്കും അവർ രണ്ടുപേരും കൂടി ഒളിച്ചൊക്കെ നിൽക്കുകയാണ്. ഇപ്പോൾ എല്ലാവരും കൂടി ഒന്നിച്ച് ഹാന്റെ പാർട്ടി നടക്കുന്ന സ്ഥലത്തും എത്തിയിരിക്കുന്നു. ചായും ആകെ മൂഡ് ഓഫ് ആയിട്ട് ഇരിക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്ന ആൾക്കാരും ഒരു ഗെയിമൊക്കെ കളിക്കാമെന്ന് തീരുമാനിക്കുകയാണ്. അതായത് ബോട്ടിലൊക്കെ കറക്കിയിട്ട് ആരുടെ നേർക്കാണോ ബോട്ടിൽ വരിക അയാളുടെ അടുത്ത് ഇവർക്കൊരു ചോദ്യം ചോദിക്കാം. ആ ഒരു ചോദ്യം ഉറപ്പായിട്ടും ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആയിരിക്കും. സോ യെസ് ആണോ നോ ആണോ എന്ന് അവർ പറയേണ്ടതായിട്ടുമുണ്ട്. ഈ ഒരു സമയത്ത് ആദ്യം കറക്കി അത് ചായയുടെ അടുത്തായിട്ട് വരുമ്പോഴത്തേക്കും നീ ഈ അടുത്ത് പോയ ബ്ലൈൻഡ് ഡേറ്റ് ഒക്കെ കാരണമാണോ ഇപ്പോൾ സ്ട്രെസ്ഡ് ആയിട്ട് ഇരിക്കുന്നതെന്നുള്ള ഒരു ചോദ്യം ചായയുടെ അടുത്തായിട്ട് ചോദിക്കുമ്പോഴത്തേക്കും ചായയും അല്ല എന്ന മറുപടി കൊടുക്കുന്നു. അടുത്തതായിട്ട് വീണ്ടും ബോട്ടിൽ കറക്കി വരുമ്പോഴത്തേക്കും ഈ ഒരു ബോട്ടിൽ വരുന്നത് വൂജുവിന്റെ നേർക്കാണ്. അങ്ങനെ ഇരിക്കെ ചായയും വൂജുവിന് ഗേൾ ഫ്രണ്ട് ഉണ്ടോ എന്നൊരു ചോദ്യം ചോദിക്കുമ്പോഴത്തേക്കും വൂജുവും ഉണ്ടെന്ന് മറുപടി കൊടുക്കുന്നു. അടുത്തതായിട്ട് ബോട്ടിൽ കറങ്ങി വരുന്നത് മെറിയുടെ നേർക്കാണ്. സോ മെറിയുടെ അടുത്തായിട്ട് വൂജുവും അവൾക്ക് ബോയ് ഫ്രണ്ട് ഉണ്ടോ എന്ന് ചോദിക്കുന്നു. അവൾ ഉണ്ടെന്ന് പറയുമെന്ന് വൂജു പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ പോലും അതിനൊരു മറുപടി കൊടുക്കാതെ അതിന് പകരമായിട്ട് ഡ്രിങ്ക്സ് കുടിക്കുവാനായിട്ട് തയ്യാറാവുകയായിരുന്നു അവളും. വീണ്ടും മെറിയുടെ നേർക്ക് തന്നെ ബോട്ടിൽ കറങ്ങി വരുന്നു. അങ്ങനെ ഇരിക്കെ മെറിയുടെ ഫ്രണ്ടും അവൾ ബ്ലൈൻഡ് ഡേറ്റിന് വല്ലതും പോയിട്ടുണ്ടായിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ടെങ്കിലും മെറി അതിനും മറുപടി കൊടുക്കാതെ ഡ്രിങ്ക്സ് കുടിക്കുന്നു. വീണ്ടും ബോട്ടിലൊക്കെ ഇറങ്ങി മെറിയുടെ നേർക്കായിട്ട് വരുമ്പോഴത്തേക്കും ഈ കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ നീയും ലാസ്റ്റ് ആയിട്ട് കിസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ടെങ്കിലും വീണ്ടും മെറി ഉത്തരം പറയാതെ ഡ്രിങ്ക്സ് കുടിക്കുകയാണ്. ഡ്രിങ്ക്സ് കൂടി എല്ലാം തന്നെ കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ മെറിയും വൂജുവിന്റെ അടുത്തായിട്ട് ചെല്ലുമ്പോഴത്തേക്കും വൂജുവിനും ഒരുപാട് പരാതികൾ പറയുവാനായിട്ടുണ്ടായിരുന്നു. അതായത് ഇവർ ഡേറ്റ് ചെയ്യുകയാണെങ്കിൽ പോലും ആ ഒരു കാര്യം ടീമിലെ ആൾക്കാരോട് മറച്ചു വെക്കുകയാണെങ്കിൽ നീ ഇനി ബ്ലൈൻഡ് ഡേറ്റിന് വരെ പോകുമോ എന്ന രീതിക്ക് അവൻ ചോദിക്കുമ്പോഴത്തേക്കും ഇതുവരെയായിട്ടും തന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഫ്രണ്ടിന്റെ അടുത്ത് താൻ സത്യങ്ങൾ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല എന്നും അതുകൊണ്ട് മാത്രമായിരുന്നു ബോയ് ഫ്രണ്ട് ഉണ്ടെന്നുള്ള കാര്യമൊക്കെ മറച്ചു വെക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു എന്നും മെറിയും പറയുന്നു. എന്തൊക്കെ പറഞ്ഞാലും എല്ലാവരുടെയും അടുത്ത് ഞാൻ നിന്റെ ബോയ് ഫ്രണ്ട് ആണെന്നൊക്കെ പറയുകയായിരുന്നെങ്കിൽ എന്ന് വോച്ച് പറയുമ്പോഴത്തേക്കും ഇത്രയും ക്യൂട്ടായിട്ടുള്ള നിന്നെ ഞാൻ ബോയ് ഫ്രണ്ട് ആണെന്നൊക്കെ പറയുമ്പോഴത്തേക്കും എല്ലാവരും തന്നെ ഞെട്ടിപ്പോകുന്നതായിരിക്കുമെന്ന് പറഞ്ഞ് അങ്ങനെ സംസാരിച്ചൊക്കെ നിൽക്കുകയായിരുന്നു അവരും. പക്ഷേ ടീമിലെ എല്ലാവരും കൂടി ഒന്നിച്ച് ഇവർ ഒളിച്ച് സംസാരിക്കുന്നത് കേൾക്കുന്നു. കൂടാതെ നിങ്ങൾ എത്രയൊക്കെ ഇതൊക്കെ ഒളിപ്പിച്ചു വെക്കുവാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും ഞങ്ങളെല്ലാം തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു എന്നാണ് ടീമിലെ ആൾക്കാരും പറയുന്നത്. അതായത് മെറിയും വൂച്ചുവും ടീമിലെ അംഗങ്ങളെ കാണുന്നതിന് മുമ്പായിട്ട് തന്നെ ടീമിലെ അംഗങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ വെച്ചിട്ട് അവരെ കണ്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും മെറിയുടെ കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ട് ഇപ്പോൾ മാത്രമാണ് സത്യങ്ങൾ അറിഞ്ഞത്. സോ എന്നോടെങ്കിലും നേരത്തെ തന്നെ ഇതൊക്കെ പറയാൻ മേലായിരുന്നോ എന്ന രീതിക്ക് അവളും ചോദിക്കുന്നു. അതേസമയം ഞാനാണ് എല്ലാ കാര്യങ്ങളും ആദ്യം അറിഞ്ഞതെന്ന് പറഞ്ഞുകൊണ്ട് ഹാനും നടന്ന കാര്യങ്ങളെ കുറിച്ച് പറയുകയാണ്. അതായത് വോജുവും മെറിയും സ്ഥിരമായിട്ട് സ്റ്റെപ്പിന്റെ അവിടെയൊക്കെ നിന്നിട്ട് ഹഗ് ചെയ്യുകയും കിസ് ചെയ്യുകയൊക്കെ ചെയ്യാറുണ്ടായിരുന്നല്ലോ. ഒരു തവണ കോളിൽ സംസാരിച്ചുകൊണ്ട് വന്ന സമയത്തായിരുന്നു ഹാനും ഇവരെ ഒന്നിച്ചൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നത്. ആ ഒരു സമയം തൊട്ടേ തനിക്കെല്ലാം അറിയാമായിരുന്നുവെന്ന് ഹാനും പറയുന്നു. അപ്പോൾ കഴിഞ്ഞ തവണ ചായ കണ്ടു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ ഒരു കപ്പിൾ നിങ്ങളായിരുന്നു എന്നൊരു ചോദ്യമൊക്കെ അവർ ചോദിക്കുമ്പോഴത്തേക്കും അതും അവർക്ക് അംഗീകരിച്ചു കൊടുക്കേണ്ടതായിട്ട് വരികയാണ്. കൂടാതെ അവരുടെ സ്റ്റോറിനെ കുറിച്ച് പറയുവാനായിട്ട് ടീമിലെ ആൾക്കാരും നിർബന്ധിക്കുന്നു. സോ ഇപ്പോൾ അവരും കുട്ടിക്കാലത്തെ കണ്ടിട്ടുണ്ടായിരുന്ന ആ ഒരു കാര്യങ്ങളെ കുറിച്ച് കൂടി ടീമിലെ ആൾക്കാരുമായിട്ട് ഡിസ്കസ് ചെയ്യുകയാണ്. സോ എല്ലാവരും തന്നെ ഇവരുടെ റിലേഷൻഷിപ്പിൽ ഒരുപാട് ഹാപ്പി ആയിരുന്നു. ഉങ്സും ഇപ്പോൾ അച്ഛനെ കാണുവാനായിട്ട് എത്തിയിരിക്കുകയാണ്. പക്ഷെ ഉങ്സുവിന്റെ അച്ഛനാകട്ടെ ഈ ഒരു സമയത്ത് പോലും താനൊരു വിക്റ്റിമാണെന്നൊക്കെ കാണിക്കുവാനായിട്ടായിരുന്നു ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. നിങ്ങളാണ് എന്റെ ആന്റീനെയും അങ്കിളിനെയും കൊന്നിട്ടുണ്ടായിരുന്നത്, എന്റെ മുത്തശ്ശിനെ പോലും കൊല്ലുവാനായിട്ട് ശ്രമിച്ചത്. അങ്ങനെ ഇരിക്കെ ഇത്രയ്ക്ക് വിക്റ്റിം ഒന്നും കളിക്കുവാനായിട്ട് പാടില്ല എന്ന രീതിക്ക് ഉങ്സും സംസാരിക്കുന്നു. കുട്ടിക്കാലം മുതലേ ഞാൻ നിങ്ങളുടെ മകനായതുകൊണ്ട് തന്നെ നിങ്ങളെപ്പോലെ ഒരിടത്തും എത്തുന്നില്ല എന്ന രീതിക്കായിരുന്നു എന്നെ എല്ലാവരും ട്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സ്കൂളിൽ പഠിക്കുവാനായിട്ട് ഞാൻ മോശമായിരുന്നു, വർക്കിൽ പോലും ഞാൻ വളരെയധികം മോശമായിരുന്നു. സോ എപ്പോഴെങ്കിലും അച്ഛനെ പോലെ ആകണമെന്നൊക്കെ ഞാനും ഒരുപാട് ആഗ്രഹിച്ചു. പക്ഷെ ഇപ്പോഴാണ് എനിക്ക് സമാധാനമായത്. നിങ്ങളുടെ ശരിക്കുമുള്ള റിയാലിറ്റി എല്ലാവരും തന്നെ മനസ്സിലാക്കി കഴിഞ്ഞല്ലോ. നിങ്ങളെപ്പോലെ ഒരാളല്ല ഞാനെന്ന കാര്യമൊക്കെ ഓർത്തിട്ട് എനിക്ക് ഒരുപാട് അഭിമാനം തോന്നുന്ന രീതിക്കാണ് ഉങ്സവും സംസാരിക്കുന്നത്. ഞാനും എൻ്റെ അമ്മയും നിങ്ങളോട് ഒരിക്കലും
ഒരിക്കലും ക്ഷമിക്കുവാനായിട്ട് പോകുന്നില്ല. നിങ്ങൾ മരിച്ചുവെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങളെ കാണുവാനായിട്ട് ഞാൻ കൂട്ടാക്കുകയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉങ്സും അവിടെ നിന്നും ഇറങ്ങിപ്പോരുകയാണ്. ഉങ്സു ഒറ്റയ്ക്കായിരുന്നില്ല. ഉങ്സുന്റെ അമ്മ കൂടി ആ ഒരു വണ്ടിയിലുണ്ടായിരുന്നു. അങ്ങനെയിരിക്കെ അവരും പിന്നീട് മൂഡ് ഓഫ് ഒക്കെ മാറ്റുവാനായിട്ട് ഫുഡ് കഴിക്കുവാനായിട്ട് പോകുന്നു. ഇപ്പോൾ ബ്യൂട്ടി സ്റ്റോറിനെതിരായിട്ട് വലിയൊരു പ്രശ്നമൊക്കെ ഉണ്ടായിരിക്കുകയാണ്. അതായത് അവർ ഒരുപാട് കടകളൊക്കെ നിർമ്മിച്ചിട്ടുണ്ടല്ലോ. അതെല്ലാം തന്നെ അനധികൃതമായിട്ടായിരുന്നുവെന്നും അതിൽ മേയർക്ക് പങ്കുണ്ടായിരുന്നുവെന്നും അതുപോലെ തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അവർ അപ്പാർട്ട്മെന്റ് ഒക്കെ പണിത സമയത്ത് മേയറിന് ഒരു അപ്പാർട്ട്മെന്റ് കൊടുക്കാമെന്ന് വാഗ്ദാനം നൽകിയത് കൊണ്ടായിരുന്നു മേയർ എല്ലാ അഴിമതിക്കും കൂടെ നിന്നിട്ടുണ്ടായിരുന്നതെന്നുമുള്ള രീതിക്കുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പോൾ മീഡിയ വഴി പുറത്തു വരികയാണ്. സോ സിഒയുടെ അച്ഛനും ഇപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ലീക്കായതിനെ തുടർന്ന് സിഒയിനെ ഒരുപാട് ഉപദ്രവിക്കുന്നു. അതുകൂടാതെ സെക്രട്ടറിനെ വിളിച്ചു വരുത്തിയിട്ട് ഈ ഒരു പ്രശ്നങ്ങളെല്ലാം തന്നെ സെക്രട്ടറി തന്നെ സോൾവ് ചെയ്യണമെന്നാണ് സിഒയുടെ അച്ഛൻ പറയുന്നതും. ഇപ്പോൾ ഒരു ഓർഫനേജിലെ കുട്ടികളെയൊക്കെ ചെക്കപ്പ് ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ ചിൻകിങ്ങും അവരുടെ കൂടെ ഉണ്ടായിരുന്ന കുറേയധികം ഡോക്ടേഴ്സും ഒരു ഓർഫനേജിലേക്ക് എത്തുകയാണ്. അതേ ഓർഫനേജിലേക്ക് കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്കും സെക്രട്ടറിയും എത്തുന്നു. സെക്രട്ടറി ആ ഒരു ഓർഫനേജിലായിരുന്നു താമസിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ സിസ്റ്ററിന്റെ ബർത്ത്ഡേക്ക് എല്ലാം തന്നെ അവനും ഒരുപാട് ഫ്ലവേഴ്സ് കൊണ്ടുവന്ന് കൊടുക്കും. ഈ ഒരു തവണയും ഫ്ലവേഴ്സ് ഒക്കെ കിട്ടുന്ന സിസ്റ്ററും തന്റെ ബർത്ത്ഡേ ഒക്കെ ആകാറായോ എന്ന് അവനോടായിട്ടും ചോദിക്കുന്നു. സെക്രട്ടറി ഇപ്പോൾ വളരെ നല്ല രീതിക്ക് ജീവിക്കുന്നതിൽ സിസ്റ്ററിന് ഒരുപാട് സന്തോഷമുണ്ടായിരുന്നു. സെക്രട്ടറിയും താൻ കുറച്ചു കാലത്തേക്ക് ഇവിടേക്ക് വരികയില്ല എന്നും അതുകൊണ്ട് തന്നെ അഡ്വാൻസ് ആയിട്ട് ഫ്ലവേഴ്സ് ഒക്കെ നൽകിയതാണെന്നും സിസ്റ്ററിനോട് പറയുന്നു. പക്ഷേ സിസ്റ്ററിനും അവനിങ്ങനെ ബിസി ആയിട്ട് ജീവിക്കുന്നതിനേക്കാളും വിവാഹമൊക്കെ കഴിഞ്ഞിട്ട് കുട്ടികളൊക്കെ ആയിട്ട് ഒരു ഫാമിലി ആയി ജീവിക്കുന്നത് കാണുവാനായിട്ടായിരുന്നു ആഗ്രഹം. അങ്ങനെ ഇരിക്കെ ഡോക്ടേഴ്സ് ഒക്കെ പോകുവാനായിട്ട് തുടങ്ങുന്ന അതേ സമയത്ത് തന്നെ ആയിരുന്നു സെക്രട്ടറിയും അവിടെ നിന്നും ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. സോ ചിൻകുങ്ങും സെക്രട്ടറിനെ കാണുന്നു. ഇപ്പോൾ സെക്രട്ടറിയും ചിൻകുങ്ങും ഒന്നിച്ച് ഫുഡൊക്കെ കഴിച്ചിരിക്കുന്ന സമയത്ത് താനും അതേ ഓർഫനേജിൽ തന്നെ ആയിരുന്നു വളർന്നിട്ടുണ്ടായിരുന്നെന്നുള്ള കാര്യം സെക്രട്ടറിയും ചിൻകുങ്ങിനോട് തുറന്നു പറയുകയാണ്. സെക്രട്ടറി കുട്ടിക്കാലത്ത് നടന്ന മറ്റൊരു സംഭവത്തെക്കുറിച്ച് കൂടി ഇപ്പോൾ പറയുകയാണ്. അതായത് അവൻ ഇവിടെ ഫുഡൊക്കെ കഴിക്കുവാനായിട്ട് വന്ന ഒരു സമയത്ത് അവിടുത്തെ ഓണറിന്റെ കയ്യിലെ മോതിരം കാണാതെ പോയിട്ടുണ്ടായിരുന്നു. ഓണർ അത് എവിടെയോ വെച്ചിട്ട് അവിടെ നിന്നും ആരോ മോഷ്ടിച്ചതാണ്. അതേസമയം ഓണർ ആകട്ടെ അവിടെ ഉണ്ടായിരുന്ന എല്ലാ കുട്ടികളുടെയും ബാഗ് പരിശോധിക്കാമെന്ന് തീരുമാനിച്ചു. ഈ ഒരു സമയത്ത് മോതിരം എടുത്തോണ്ട് പോയിട്ടുണ്ടായിരുന്ന കുട്ടിയാകട്ടെ അത് നിലത്തേക്ക് ഉപേക്ഷിച്ചു. പക്ഷെ അത് കിടന്നിട്ടുണ്ടായിരുന്നത് എന്റെ കാലിന്റെ അടുത്തായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാനായിരിക്കും അത് മോഷ്ടിച്ചതെന്ന് അവർ സംശയിച്ചു. ഈ ഒരു സമയത്ത് എന്റെ പിന്നിലുണ്ടായിരുന്ന മറ്റൊരു കുട്ടി ഞാനൊരു ഓർഫനേജിൽ നിന്നുമാണ് വരുന്നതെന്നും അതുകൊണ്ട് തന്നെ ഞാനാണ് മോഷ്ടിച്ചതെന്നും തറപ്പിച്ചു പറഞ്ഞു. അതുകൊണ്ടൊക്കെ ആയിരുന്നു എന്നെ എല്ലാവരും തന്നെ മോഷ്ടാവെന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നതും. സോ അങ്ങനെ ഞാൻ ഓർഫനേജിൽ ജീവിക്കുന്നത് കൊണ്ടാണ് എന്നെ എല്ലാവരും കുറ്റപ്പെടുത്തുന്നതെന്നൊക്കെ മനസ്സിലാക്കിയതിനു ശേഷം ഞാനും ആ ഒരു ഓർഫനേജ് ഒക്കെ വിട്ടു. അതിനുശേഷമാകട്ടെ ഏത് കുട്ടിയായിരുന്നു ആ ഒരു മോതിരം മോഷ്ടിച്ചിട്ടുണ്ടായിരുന്നത് അവന്റെ വീട്ടിലേക്ക് ഞാൻ താമസം മാറ്റി. അവരായിരുന്നു എന്റെ കാര്യങ്ങളെല്ലാം തന്നെ നോക്കിയത്. അവന് വേണ്ടി എനിക്ക് എക്സാംസ് എഴുതേണ്ടതായിട്ട് വന്നു. അവന്റെ ലൈഫിലെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ഞാൻ എന്റെ ലൈഫ് തന്നെ കൊടുക്കേണ്ടതായിട്ട് വന്നു. എനിക്ക് നല്ലൊരു ലൈഫ് തരാമെന്ന് വാഗ്ദാനം പറഞ്ഞത് കൊണ്ടായിരുന്നു ഞാനും എല്ലാ കുറ്റവും ഏറ്റെടുത്തിട്ട് അവരുടെ കൂടെ നിന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതുകൊണ്ട് തന്നെ അവനെ സപ്പോർട്ട് ചെയ്ത കാരണം കൊണ്ട് തന്നെ എനിക്ക് പണിഷ്മെന്റുകളും കിട്ടിക്കൊണ്ടിരുന്നു. സോ ഇപ്പോൾ പണ്ട് നടന്ന ആ ഒരു സംഭവത്തിന് എല്ലാത്തിനും കാരണമായിട്ടുണ്ടായിരുന്നത് സിഒ ആണെന്നുള്ള കാര്യം ഇപ്പോൾ സെക്രട്ടറിയും തുറന്നു പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയെങ്കിലും നല്ലൊരു ലൈഫൊക്കെ തന്റെ ആഗ്രഹപ്രകാരം ജീവിക്കണമെന്നാണ് താൻ ആഗ്രഹിക്കുന്നതെന്ന് സെക്രട്ടറിയും പറയുന്നു. ജിൻകിങ്ങും അവൻ അങ്ങനെ ഒരു തീരുമാനമൊക്കെ എടുത്തതിൽ ഒരുപാട് സന്തോഷവതിയായിരുന്നു.